വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ചുരിദാർ ടോപ്പ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അതായത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിൽ ചുരിദാർ ടോപ്പ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഇതിലും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഇനി ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ചെയ്തു നോക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കയ്യിൽ മെറ്റീരിയൽ ഇല്ല എന്ന് വെച്ച് മടിച്ച് നിൽക്കേണ്ട. ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പഴയ ഷോൾ കാണുമല്ലോ, ആ ഷോൾ എടുത്താൽ മതി. ഒരു ഷോളെന്ന് പറയുമ്പോൾ അത്യാവശ്യം വീതിയുള്ളൊരു ഷോൾ നോക്കിയെടുക്കണം. നിങ്ങളുടെ വണ്ണത്തിനനുസരിച്ച് കിട്ടുന്ന ഒരു ഷോൾ നോക്കി എടുക്കണം. അതുപോലെ തന്നെ അടുത്ത് ശ്രദ്ധിക്കുക, അത്യാവശ്യം കട്ടിയുള്ള ഷോൾ നോക്കി തന്നെ എടുക്കണം. അതായത് നമ്മളിപ്പോൾ നെറ്റിൻ്റെ ഷോൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതിപ്പോൾ ലൈനിങ് ഇടാണ്ടാണ് വെക്കുന്നത്. ലൈനിങ് ഇട്ട് തയ്ക്കുന്നതും ഞങ്ങൾക്കിപ്പോൾ നെറ്റിൻ്റെ ഷോൾ എടുക്കുകയാണെങ്കിൽ ലൈനിങ് ഇട്ട് തയ്ക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ലൈനിങ് ഇടാതെ തയ്ക്കുന്നതും ഇട്ട് തയ്ക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ള ഒരു ഷോൾ നോക്കിയെടുക്കണം. അല്ലാതെ കയ്യിൽ മെറ്റീരിയൽ ഉള്ളവരാണെങ്കിൽ അത് വെച്ച് ട്രൈ ചെയ്താലും മതി. അപ്പോൾ നമ്മളിന്ന് അടുത്തതായിട്ട് നമുക്ക് കട്ടിങ്ങിലോട്ട് പോകാം. കട്ടിങ് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് കാണിച്ചു തരാം. അപ്പോൾ കട്ടിങ്ങിലോട്ട് പോകാം. നമ്മൾ 4 മടക്കണം. അതായത് ഈ ഒരു വശത്തുനിന്ന് ഇപ്പുറത്തെ വശത്തേക്ക് പിടിച്ച് കറക്റ്റ് ലെവലിൽ വെച്ച് ഞങ്ങളിത് 4 മടക്കിയെടുക്കണം. ഇതിപ്പോൾ ഒരു കട്ടിംഗ് ടേബിളിലിട്ട് വെട്ടുന്നതായിരിക്കും എല്ലാവർക്കും എളുപ്പം. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ടാണ് തറയിലിട്ട് വെട്ടുന്നത്. വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് തറയിലിട്ട് വെട്ടുന്നത്. ഇതിപ്പോൾ 4 ലെയറുണ്ട്. ഞങ്ങളിപ്പോൾ 2 മടക്കി അതിനെ വീണ്ടും സൈഡിലേക്ക് മടക്കി ഇതിപ്പോൾ 4 ലെയർ തുണിയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സൈസിനൊത്ത ഒരു അളവുടുപ്പ് എടുക്കണം. അളവുടുപ്പ് 2 മടക്കിയതിന് ശേഷം ഈ തുണിയുടെ മേലിലേക്ക് നേരെ ഇട്ട് കൊടുക്കണം. കറക്റ്റ് അളവിൽ വെച്ച് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് പോയിൻ്റുകൾ മാർക്ക് ചെയ്യണം. ഇതിൽ ഓരോ ജോയിൻറ്റിൻ്റെയും പോയിൻ്റുകൾ മാർക്ക് ചെയ്യണം. ആദ്യമായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡറിൻ്റെ ആ ഒരു ലെവലിൽ വെച്ചിട്ട് അവിടെ ഒരു മാർക്ക് കൊടുക്കണം. അടുത്തത് കഴുത്തകലത്തിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് കഴുത്തിറക്കം എത്ര ഉണ്ടോ അത്രയും മാർക്ക് കൊടുക്കാം. ഇനി കഴുത്തിറക്കം കൂടുതലോ കുറവോ ഒക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യാം. അടുത്തതായിട്ട് കൈക്കുഴിയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞങ്ങൾ അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ താഴോട്ടും ഒരു അടയാളം ചെയ്യണം. അതായത് ഇത് വണ്ണം, നമ്മൾ തയ്യൽ തുമ്പിടുന്ന വണ്ണമാണ് ആ താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായിട്ട് സൈഡ് ഓപ്പൺ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് സൈഡ് ഓപ്പൺ എത്ര വരെ വേണോ അല്ലെങ്കിൽ അളവുടുപ്പിൻ്റെ എത്ര വരെ ഉണ്ടോ അതുവരെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ബോഡി ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. അതായത് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഞങ്ങളുടെ ആ കൈക്കുഴിയുടെ പോയിന്റിലോട്ട് ഒരു ഷേപ്പിനൊരു വര വരച്ചു കൊടുക്കുക. ഒരു കർവ്ഡായിട്ടുള്ള ഒരു വര വരച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ സൈഡ് ഓപ്പണിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഇറക്കം എത്ര വേണോ അത്രയും താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കണം. കർവ്ഡ് അല്ല, സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചു കൊടുക്കണം. ഈ ഒരു വീതി നമ്മളൊരു 2 ഇഞ്ചോളം വീതി ഇടണം. കാര്യം ഇവിടെ നമുക്ക് സൈഡ് ഓപ്പണിൻ്റെ ആ ഒരു ഭാഗം മടക്കി അടിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2 ഇഞ്ചോളം വീതി ഇട്ട് വേണം ആ ഒരു വര വരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇറക്കം നമുക്ക് എത്രയാണോ വേണ്ടത്, അല്ലെങ്കിൽ അളവുടുപ്പിൻ്റെ അളവിൽ മതിയെങ്കിൽ ആ അളവുടുപ്പിൻ്റെ അളവിൽ നമുക്ക് താഴെ എൻഡിങ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു വരയിൽ കൂടി തന്നെ ഞങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ആ അളവുടുപ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി കഴുത്തും കൈക്കുഴിയും വരച്ചു കൊടുക്കണം. നമുക്ക് വെട്ടാൻ
കണക്കിന് ആ കൈക്കുഴിയും കഴുത്തും റൗണ്ടിന് വരച്ചു കൊടുക്കണം. ഞാനിപ്പോൾ കഴുത്ത് റൗണ്ട് കഴുത്തെടുക്കുന്നതുകൊണ്ട് റൗണ്ട് കഴുത്ത് വെട്ടും, കൈക്കുഴി അതുപോലെ റൗണ്ടിന് വെട്ടാനായിട്ട് ഇതുപോലെ സ്ക്വയറിന് വരച്ചു കൊടുക്കണം. ഒരു പോയിൻ്റിൽ നിന്ന് മുകളിലോട്ടും കൈക്കുഴിയുടെ ആ ഒരു അളവിലോട്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് വരച്ച് സ്ക്വയർ ടൈപ്പിലാക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ കർവ് ലൈൻ വരച്ചു കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ ഈ ഒരു സ്ക്വയർ പോലെ വരയ്ക്കാണ്ട് വരച്ചാൽ കറക്റ്റ് കർവ്ഡ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ കഴുത്തും അതുപോലെ വരച്ചതിന് ശേഷം റൗണ്ടിൽ വരച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ റൗണ്ട് കഴുത്ത് വയ്ക്കുന്നതുകൊണ്ട് റൗണ്ടിന് വരച്ചെടുക്കും. നിങ്ങൾക്ക് സ്ക്വയർ കഴുത്താണെങ്കിൽ സ്ക്വയറിനങ്ങ് വെട്ടിയെടുത്താൽ മതിയാവും. ഇത് നമുക്ക് ഈ കൈക്കഴിയും കഴുത്തും ഒന്ന് വെട്ടിയെടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ജോയിൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അത് നമ്മളൊന്ന് വെട്ടി കൊടുക്കണം. കാര്യമെന്ന് വെച്ചാൽ ഇത് ജോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കഴുത്ത് ചുരുട്ടി അടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. രണ്ട് ഷോൾഡറിൻ്റെയും ജോയിൻറ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടോപ്പ് കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കൈ കട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് അതിൻ്റെ വേസ്റ്റ് തുണി തന്നെ മതി. ആ ബോഡി ഷേപ്പ് കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗമാണിത്. ഇത് ഇപ്പോൾ 4 തുണിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ 2 എണ്ണം മതിയാവും. 2 കൈയല്ലേ, അപ്പോൾ 2 എണ്ണം മതിയാകും. അപ്പോൾ ബാക്കി തുണിയെടുത്ത് മാറ്റിയതിന് ശേഷം ആ 2 തുണി ആ ഒരു കറക്റ്റ് ആ ഒരു നടുക്ക് ഭാഗം വെച്ച് 2ആയിട്ട് മടക്കണം. മടക്കിയതിന് ശേഷം കൈ അളവിന് ഞങ്ങൾക്ക് വെട്ടിയെടുക്കാം. ഇതുപോലെ കൈയും നമ്മുടെ കൈവണ്ണത്തിനനുസരിച്ച് വെട്ടിയെടുക്കണം. കൈവണ്ണത്തിൽ നിന്നും 2 ഇഞ്ച് കൂടുതൽ ഇട്ട് വേണം കൈ വെട്ടിയെടുക്കാനായിട്ട്. ഇറക്കം നിങ്ങളുടെ ഇഷ്ടത്തിന് വെട്ടിയെടുക്കുക. എത്ര ഇറക്കം വേണോ അത്രയും ഇറക്കം അളന്നെടുത്ത് നമുക്ക് വെട്ടാം. ഇല്ലെങ്കിൽ അളവുടുപ്പിലുള്ള അതേ കൈ പോലെ പകർത്തി വെച്ച് വെട്ടാം. അപ്പോൾ ഇനിയുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ കട്ടിങ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തായി പോയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് വീഡിയോയോട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുവാണെങ്കിൽ, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടാലേ ഈ വീഡിയോ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തായിപ്പോൾ അത് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിന് അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അകവ് എന്നാണ് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ പുറം ഭാഗം എന്ന് വെച്ചാൽ പുറത്ത് ഉള്ള ചുരിദാറിൻ്റെ